ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കറി വയ്ക്കാൻ എന്തൊരു ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു. പോയൊരു പപ്പായ കുത്തിയിടാമെന്ന്. അങ്ങനെ ഓടിപ്പോയി ഞാനൊരു പപ്പയ്ക്ക കുത്തിയിട്ടിട്ട് അതിനത് പകുതി ഞാനെടുത്തു. വേണ്ട, പകുതി ഇപ്പം ഇച്ചിരി ഒന്ന് കളർ പോലെ അങ്ങ് ആയായിരുന്നു. വെയിൽ കൊണ്ട് പാടണല്ലേ, ഇപ്പം വെയിലത്ത് ഭയങ്കരമായ ചൂടല്ലേ വെയിൽ. അപ്പോൾ ഞാൻ പകുതിയെ എടുത്തോളൂ. പിന്നെ അതിന് വേണ്ട ഇത്ര ആക്കി ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിയണം. പിന്നെ അതിന് ആവശ്യമായ ഉള്ളി, ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം 2 മലക്കറിക്കായ എടുത്ത്, അത്യാവശ്യം ഒരു വലിയ ക്യാരറ്റ് അതിനെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി, കായും കഷ്ണങ്ങളാക്കി വെച്ച്, പിന്നെ ഇച്ചിരി വലിയ ഉരുളക്കിഴങ്ങ് അതിനെ കഷ്ണങ്ങളാക്കി എല്ലാം കഴുകി വൃത്തിയാക്കി, പിന്നെ ഒരു തക്കാളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി അതിന് തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുളക്, 2 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴിനി പപ്പായ കഷ്ണങ്ങളാക്കി എടുക്കാം. പപ്പായ ഞാൻ കൈ കൊണ്ടാണ് അരിയണത്. കട്ടിങ്ങിൽ വെച്ചൊന്നുമല്ല കട്ട് ചെയ്യണത്, കട്ടിങ് ബോർഡിലല്ല. അങ്ങനെ ഇതേ കണക്കാണ് കഷ്ണങ്ങളാക്കിയാൽ മതി. നിങ്ങൾ വെന്ത് ചേർന്നോളും കേട്ടോ. ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇത് വെന്ത് ചേർന്നോളും. എൻ്റെ പിച്ചാത്തി, ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇന്നലെ വൈകിട്ട് മീൻ കണ്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പിച്ചാത്തി ഒടിഞ്ഞു പോയി. പക്ഷെ ഞാനിത് കളയില്ല ഗൈസ്. എന്ന് വെച്ചാൽ നല്ല മൂർച്ചയാണ് കേട്ടോ. അതിൻ്റെ കനം കുറഞ്ഞ ഇതിൻ്റെ വാത്തള ഉണ്ടല്ലോ, അതിന് കനം കുറവാണ്. കനം കുറഞ്ഞ പിച്ചാത്തി നോക്കി നമ്മൾ വാങ്ങിക്കാവും. പക്ഷെ എനിക്കിത് കളയാൻ മനസ്സില്ല കേട്ടോ, ഞാൻ കളയൂല. അത് നമ്മൾ ഈ അരിയാൻ നേരത്ത് ഒന്ന് തേച്ചെടുക്കണം. തേക്കുമ്പോൾ നല്ലതുപോലെ മുറിയും. വേണ്ട, എനിക്ക് പേടിയാണ് ഇതിട്ട് അരിയാൻ, നന്നായി മുറിയും. ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളി ചെറിയ ഉരുളിയിലാണ് ഞാൻ വെക്കണത് കേട്ടോ. അപ്പം നമ്മളെ പപ്പായ കട്ട് ചെയ്ത് വീണ്ടും കഴുകി അരി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ക്യാരറ്റ് അരിഞ്ഞത്, ഇതെല്ലാം ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, പിന്നെ തക്കാളി, വെളുത്തുള്ളി, ഇത് എല്ലാം കൂടെ, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മളെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ചാറാണ്. ഇത് ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ഇരുമ്പ് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5-6 കഷ്ണം ചെറിയ ഉള്ളി വട്ടത്തിന് അരിഞ്ഞത്, പിന്നെ ഇത്ര ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇരുമ്പ് ചട്ടിയിലോട്ട് ഇട്ട് വറുത്തെടുക്കാം. ഇനി ഇത് വറക്കാം. ഇനി അത് തീ കുറച്ചിട്ട് കൊടുക്കാം. തേങ്ങ വറുക്കുമ്പോഴേ ഇല്ലെങ്കിൽ അത് കരിഞ്ഞ് പിടിക്കും. ഇരുമ്പ് ചട്ടിയിൽ തേങ്ങ ഇട്ടപ്പോൾ തന്നെ ചോറ്. അങ്ങനെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ ആവുമ്പോൾ തന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്താൽ കരിയരുത് തേങ്ങ, എങ്കിൽ കറിക്കൊരു ടേസ്റ്റ് കാണുള്ളൂ. മുളക് പൊടി, ചൂട് എരി വേണം. മല്ലിപ്പൊടി ഇച്ചിരി തോന വേണം, ചെറിയ സ്പൂണാണ് കേട്ടോ.
മല്ലിപ്പൊടി 4 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ മുളക് പൊടി ഇച്ചിരി വലിയ സ്പൂണിന് നല്ലതുപോലെ 1 സ്പൂൺ എടുത്ത്, 2ആയിട്ടാണ് എടുത്തത്. എങ്കിൽ 2 സ്പൂണേ ഉള്ളൂ. തീയലിന് ഇത്തിരി കളറൊക്കെ വേണം. ഇപ്പോൾ അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് ഇളക്കി ഈ അരപ്പിൻ്റെയൊക്കെ ഒരു ചുവ, ഇത് പച്ച ചുവ മാറുന്നത് വരെ ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ വറുത്ത് വെച്ചത് ഇതാണ്ട് തണുത്ത് ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. തീയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ചുകൂടെ വെള്ളം ജാറിലോട്ട് ഒഴിച്ച് കഴുകി വെച്ചു. ഇതിനി കിടന്ന് തിളച്ച് വറ്റണം. ഉപ്പുണ്ടാകും. ഉപ്പുണ്ട് എങ്കിലും ഇച്ചിരി കൂടെ വേണം. അപ്പോൾ ഇനി ഇത് കിടന്ന് തിളയ്ക്കണം. തിളയ്ക്കുന്ന നേരത്തിന് ഇത് നമുക്ക് അടുത്തത് കടുക് വറുത്തെടുക്കാം. കടുക് വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിടാം. ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ശേഷം തീയലിലേക്ക് ഒഴിക്കാം. ഇത്തിരി കൂടെ ഒന്ന് നെയ്യ് തെളിഞ്ഞ് വരിങ്ങണക്ക് വരാനുണ്ട് കേട്ടോ. ഒരു ശകല നേരം കൂടെ 5 മിനിറ്റ് നേരം കൂടെ കിടന്ന് തിളക്കിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇറക്കിയതിന് ശേഷം കാണാം. പപ്പായ തീയൽ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇതാ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.